വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. ഫഹദ് ഫാസിൽ നായകനായ മഹേഷിൻ്റെ പ്രതികാരം എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച സംവിധായകൻ എന്ന നിലയിലേക്ക് പ്രശംസകൾ വാനോളം ലഭിച്ചയാളാണ് ദിലീഷ് പോത്തൻ. സ്വാഭാവിക അഭിനയം കൊണ്ടും ജീവിതഗന്ധിയായ നിമിഷങ്ങൾ കൊണ്ടും ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായി മാറി. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച റിയലിസ്റ്റിക് പടം എന്ന ഖ്യാതി ഈ ചിത്രത്തിന് നേടിക്കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു സംശയം തോന്നിയിരിക്കാം, മഹേഷിൻ്റെ പ്രതികാരത്തേക്കാൾ മികച്ചൊരു പടം പോത്തേട്ടൻ വിചാരിച്ചാൽ തന്നെ ഇനി ഉണ്ടാകുമോ എന്ന്. ഏതായാലും ആ സംശയത്തിനുള്ള മറുപടിയാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. ഇന്നാട്ടിലെ പോലീസ് സംവിധാനങ്ങൾക്കിടയിലേക്ക് ഒരു വാദിയും പ്രതിയും കടന്നു വരികയും പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിൽ 2 ദിവസം നടക്കുന്ന സംഭവങ്ങളുമാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും പറയുന്നത്. ഒരു മോഷണവും അതിന് കേസെടുക്കുന്ന പോലീസ് സ്റ്റേഷനെയും ചുറ്റിപ്പറ്റി നടക്കുന്ന കഥ ഈ കോമഡിയാണോ, സീരിയസ് ആണോ, റൊമാൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഒന്ന് ബുദ്ധിമുട്ടും. കാരണം ഇതെല്ലാമാണ് തൊണ്ടിമുതൽ. സ്വാഭാവിക അഭിനയത്തിന് ഫഹദ് ഫാസിൽ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ എന്ന കാര്യത്തിന് അടിവരയിടുന്ന പടം. സിനിമയോടും കഥാപാത്രങ്ങളോടും 100% നീതി പുലർത്തുന്നതും 1% പോലും സിനിമാറ്റിക് ആവാത്തതുമായ റിയലിസ്റ്റിക്കായ ദൃശ്യങ്ങളാണ് രാജീവ് രവി ഒരുക്കിയിരിക്കുന്നത്. റിയലിസ്റ്റിക്കായി ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ വിശദമായി കാണിച്ച സിനിമ ആക്ഷൻ ഹീറോ ബിജു ആയിരുന്നു. എന്നാൽ ബിജുവിനെയും വെല്ലുന്ന റിയലിസ്റ്റിക് സീനുകളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്. ഫഹദും സൂരജും പുതുമുഖം നിമിഷയും അലൻസിയറും ഉൾപ്പെടെ എല്ലാ കഥാപാത്രങ്ങളും മികച്ചതായിരുന്നു. ആദ്യ ഫ്രെയിം മുതൽ അവസാന ഫ്രെയിം വരെ നിറഞ്ഞു നിൽക്കുന്ന പോത്തേട്ടൻ ബ്രില്യൻസ് ഈ സിനിമയിലും കാണാൻ സാധിക്കും. നന്മ നിറഞ്ഞ ഒരു പടം. ഈ സിനിമയുടെ ക്രെഡിറ്റ് മുഴുവനും ദിലീഷ് പോത്തനും രാജീവ് രവിക്കും സ്വന്തം. അഭിനയത്തെക്കാൾ ഏറെ ജീവിതങ്ങളെയും ജീവിത രീതികളെയും സ്ക്രീനിൽ എത്തിക്കുന്ന പോത്തേട്ടൻ്റെ ആദ്യ ചിത്രത്തെ ഓർമ്മിപ്പിക്കും വിധത്തിൽ തന്നെയായിരുന്നു ഇതും. എന്നാൽ മഹേഷിനെ നെഞ്ചിലേറ്റി തിയേറ്ററിലേക്ക് കയറുന്നവർക്ക് അത്രയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന് വരില്ല. മഹേഷിൻ്റെ പ്രതികാരവും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം. വ്യത്യസ്തമായ 2 സ്ഥലങ്ങൾ, വ്യത്യസ്തമായ ഭാഷ, മുഴുവൻ പോത്തേട്ടൻ ബ്രില്യൻസ് തന്നെ. വളരെ സിമ്പിളായ ഒരു കഥയുടെ അതിനേക്കാൾ രസകരമായ ആവിഷ്കാരത്തിലൂടെ പോത്തേട്ടൻ ബ്രില്യൻസ് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി പടം കാണേണ്ടി വരുമെന്ന് ഉറപ്പിച്ചോ? സംവിധായകൻ്റെ വ്യക്തമായ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രം. ആദ്യ കാഴ്ചയിൽ പതിയാതെ മറഞ്ഞു കിടക്കുന്ന പലതും സിനിമയിലുണ്ടെന്ന് ചിത്രം കഴിഞ്ഞിറങ്ങുമ്പോൾ വ്യക്തമാകുന്നു. പാട്ടുകൾ അതിഗംഭീരം. ഇടുക്കിയെ മിടുമിടുക്കി ആക്കിയ ബിജിബാലനെ കൊണ്ട് സംഗീതവും ചെയ്യിപ്പിച്ച് ശ്യാം പുഷ്കരനും സജീവ് പാഴൂരും ഒരുക്കിയ ഡയലോഗ്സും ചേർന്നപ്പോൾ പോത്തേട്ടൻ തൻ്റെ ബ്രില്യൻസ് തെളിയിച്ചു. മിക്ക സീനുകളും BGMൻ്റെ സഹായം ഇല്ലാതെയാണ് കടന്നു പോകുന്നത്. BGMൻ്റെ അകമ്പടി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ചിത്രം ഒരു സ്ലോ പേസ് നരേഷൻ കൈക്കൊള്ളുന്നുണ്ട്. ചിത്രത്തിൽ ഇടയ്ക്ക് മാറി മറിയുന്ന കളർ ടോൺ ചിലർക്കെല്ലാം പിടിച്ചെന്ന് വരില്ല. ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെയായിരുന്നു പടം കൊണ്ടുപോയത്. പടം കണ്ടിറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞു പോകും, തൊണ്ടിമുതലും ഒരു സംഭവം തന്നെ. ഒരു സാധാ സിനിമാ പ്രേമികൾക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? പോത്തേട്ടൻ്റെ ബ്രില്യൻസ് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടറിയണം. നല്ല നന്മ നിറഞ്ഞ പടം. ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്രില്യൻറ്റ് മൂവി. മലയാളി ഓൺലൈൻ്റെ റേറ്റിംഗ് 4/5. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ.